ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷുക്കാലം അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. 4ഓളം ചിത്രങ്ങളാണ് നാളെ റിലീസിനെത്തുന്നത്. ഒപ്പം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇറങ്ങിയ എമ്പുരാനും കൂടെയുണ്ട്. ആരായിരിക്കും ഇക്കുറി വിഷു തൂക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യമായി വരുന്നത്. ഓരോ പടവും മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ പവർ കാണിച്ച് അങ്ങനെ കുതിച്ചു പായുകയാണ്. ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസ്, ഗുഡ് ബാഡ് അഗ്ലി ഈ 4 ചിത്രങ്ങളും നാളെ റിലീസിനിരിക്കുന്നതാണ്. ഒന്ന് അജിത്തിൻ്റെ ചിത്രമാണ്, മറ്റൊന്ന് മമ്മൂക്കയുടെ ചിത്രമാണ്. അതുതന്നെയാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റായി നിൽക്കുന്ന സീനിയർ താരങ്ങളുടെ ഒരു സിനിമകൾ എന്ന് തന്നെ പറയാം. ഇതിനോടൊപ്പം തന്നെ യൂത്ത് വിങ്ങിലെ നസ്ലിൻ്റെ ചിത്രവുമുണ്ട്, അതുപോലെ ബേസിൽ ചിത്രവുമുണ്ട്. അപ്പോൾ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വളരെ കുറവാണ്, അപ്പോൾ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നല്ല ലെവലിലുള്ള സബ്സ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളിലുമൊക്കെ ആയിട്ട് ഒന്ന് പോകാം. എമ്പുരാനിലേക്ക് കടക്കുകയാണെങ്കിൽ എമ്പുരാൻ ഇന്നും മികച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഉച്ച വരെ അല്ലെങ്കിൽ 2:30 വരെയുള്ള സമയത്ത് 50 ലക്ഷം കളക്ഷൻ കേരളത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്നും സിനിമ ഒരു 90 ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തും എന്നുള്ളതാണ്. വീണ്ടും അവധി ദിനങ്ങൾ വരുമ്പോൾ സിനിമ ആളിക്കത്തും. നമ്മളൊരു ഇൻഡസ്ട്രി ഹിറ്റിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ആ ഇൻഡസ്ട്രി ഹിറ്റ് വരുന്ന ആഴ്ച, വരുന്ന ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. മരണമാസ് എന്ന ചിത്രം ഇതിനോടകം 32.5 ലക്ഷമാണ് പ്രീസെയിലൂടെ വന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി എത്തിയിരിക്കുന്നത് 21 ലക്ഷത്തോളം രൂപയാണ്. ബേസിൽ ജോസഫ് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള ലെവലിലാണ് കൂടുതലും ആളുകൾ ആ സിനിമയെ കാണുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം 2.54 കോടിയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രീസെയിലൂടെ ഇന്ന് നേടിയിരിക്കുന്നത്. ബസൂക്ക നേടിയിരിക്കുന്നത് 9.25 ലക്ഷമാണ്. ആലപ്പുഴ ജിംഖാന നേടിയിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. മരണമാസ് നേടിയിരിക്കുന്നത് 3.60 ലക്ഷം രൂപയാണ്. ഇത്രത്തോളമാണ് ഇന്നത്തെ പ്രീസെയിലൂടെ, അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രീസെയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമുക്ക് ഈ ചിത്രങ്ങളുടെയൊക്കെ കേരള പ്രീസെയിൽ എന്ന് നോക്കാം. ആദ്യ ദിനം തന്നെ കേരള പ്രീസെയിലൂടെ ബസൂക്ക നേടിയത് 1.3 ലക്ഷം രൂപയോളമായിരുന്നു. ആലപ്പുഴ ജിംഖാന നമുക്ക് 85 ലക്ഷം രൂപ നേടിയതായി കാണുന്നു. അവസാന മണിക്കൂറുകൾ, അതായത് ഏതാനും ലാസ്റ്റ് 3 മണിക്കൂറിൽ ആലപ്പുഴ ജിംഖാന ബസൂക്കയെ മലർത്തിയടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആ റേഞ്ചിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ്. കളക്ഷൻ്റെ കാര്യത്തിൽ ആലപ്പുഴ ജിംഖാന കഴിഞ്ഞ 3 മണിക്കൂറിൽ 13 ലക്ഷം നേടിയപ്പോൾ ബസൂക്കയ്ക്ക് 10 ലക്ഷം മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് സിനിമകളുടെ എങ്ങനെയാണ് ബുക്കിംഗ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവസാന മണിക്കൂറിൽ എങ്ങനെയാണ് ബുക്ക് മൈ ഷോയിൽ എന്നുള്ളത് നോക്കാം. എമ്പുരാൻ 1.05K ആണ് ടിക്കറ്റ് വിറ്റുപോകുന്നത്. ബസൂക്ക 1.37K ടിക്കറ്റാണ് ലാസ്റ്റ് അവറിൽ വിറ്റുപോയത്. ആലപ്പുഴ ജിംഖാന 2.19K ടിക്കറ്റ്സ്, അതായത് 2000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അവിടെ മിന്നിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം, ഗുഡ് ബാഡ് അഗ്ലി കേരളത്തിൽ നിന്ന് മാത്രമായി 27 ലക്ഷം രൂപയാണ് ഇതുവരെ പ്രീസെയിലൂടെ നേടിയിരിക്കുന്നത്. എല്ലാ സിനിമകളും അതിഗംഭീരമായിട്ട് പോകുമ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് നോക്കാൻ പോകുന്നു. അതിനിടയിൽ മമ്മൂക്കയുടെ സിനിമ ഒരു ക്വാളിറ്റി ടീസറുമായി ഇന്നിറങ്ങി മിന്നിക്കുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാം. ഒപ്പം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ജിംഖാനയും അതേപോലെ ബേസിലിൻ്റെ ചിത്രവും. അജിത്തിൻ്റെ സിനിമ ഇതിനോടകം തന്നെ, അതിനൊരു മലയാള സിനിമ അല്ലാത്തതുകൊണ്ട് നമ്മൾ ആ റേഞ്ചിലേക്ക് കാണുന്നില്ല. ഇതിനോടകം തന്നെ 13.75 കോടി തമിഴ്നാട്ടിൽ നിന്ന് സിനിമ പ്രീ റിലീസിലൂടെ എടുത്തു. അതേപോലെ തന്നെ 3350ഓളം ട്രാക്ക്ഡ് ഷോകളിൽ നിന്ന് 6.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്ന് കാണുന്നു. അത്രത്തോളം വിറ്റുപോയി എന്ന് കാണുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ഡേ ആ ഒരു സിനിമയ്ക്ക് 20 കോടിക്ക് മുകളിൽ ഉള്ള ഒരു കളക്ഷൻ കൺഫേം ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏത്? ഈ സിനിമകളെല്ലാം കാണുകയാണെങ്കിൽ ഓർഡർ വെച്ച് നിങ്ങൾക്കൊന്ന് പറയാം. എമ്പുരാനായിരിക്കുമോ, ബസൂക്കയായിരിക്കുമോ, ആലപ്പുഴ ജിംഖാനയായിരിക്കുമോ, അതോ ഗുഡ് ബാഡ് അഗ്ലി അജിത്തിൻ്റെ സിനിമയായിരിക്കുമോ, മരണമാസമായിരിക്കുമോ നിങ്ങൾ ആദ്യം കാണുക? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ ഫാനാണെങ്കിലും ഫാനല്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒന്ന് പങ്കെടുക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.